എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പഴയ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഈ സമയത്തിനെക്കുറിച്ച് ഞാനെപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ കുറേ അധികം നാളായിട്ട് ഞാൻ സമയത്തിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാറില്ല, ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ഈ ലോകത്തെല്ലാവർക്കും 24 മണിക്കൂർ മാത്രമാണ്. ഈ 24 മണിക്കൂറോട് നമ്മൾ എത്രയധികം പ്രൊഡക്റ്റീവ് ആകുന്നു, അതാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ. അലസമായുള്ള നമ്മൾ റീൽസ് കണ്ടൊക്കെ ഒത്തിരി ടൈമാണ്. ഞാനും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനതിൽ നിന്നും വ്യത്യസ്തയാണെന്നല്ല പറഞ്ഞത്. ഞാനും ഒക്കെ ചില സമയത്ത് ഈ ഫോണിൽ ഒന്നൊന്നായി ഇങ്ങനെ കണ്ട് അതിങ്ങനെ മാറ്റി കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ റയൻ ഇവിടെയുള്ള സമയത്ത് റയൻ എനിക്ക് ടൈമർ ഇട്ട് തന്നു. ഞാൻ തന്നെ റയൻ്റെ അടുത്ത് പറഞ്ഞു, റയനെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ അഡിക്റ്റായി പോകുന്നുണ്ട്, ഇങ്ങനെ റീൽസ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ചില വീഡിയോകളാണ് കാണാം. അപ്പോൾ അത് കണ്ട് അങ്ങനെ പോകുന്നുണ്ട്, എൻ്റെ സമയം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ റയൻ എനിക്ക് ടൈമറൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫായി പോകും. അപ്പോൾ നമുക്കതൊരു റിമൈൻഡർ പോലെ അങ്ങനെ അപ്പോൾ ഓഫ് ചെയ്യണം നമ്മൾ. പിന്നെ വീണ്ടും നമുക്ക് ഓൺ ചെയ്യാം, അത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഓൺ ചെയ്യരുത്. അതാണ് നമ്മുടെ മനസ്സ് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം. മനസ്സാണല്ലോ നമ്മളെല്ലാം ചെയ്യിക്കുകയും ചെയ്യാതിരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഏത് ഉയരത്തിലെത്തിയവനും 24 മണിക്കൂർ മാത്രമേ കിട്ടിയിട്ടുള്ളെന്നുള്ള കാര്യം എല്ലാവരും മറന്നു പോകും. അപ്പോൾ ഈ സമയത്തിന് നമ്മൾ വില വെക്കാതെ അതവൻ്റെ ഭാഗ്യം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അങ്ങനെ ആകും. അപ്പോൾ ഈ ഓടേണ്ട സമയം ഉണ്ട്. നമ്മളുടെ നല്ല പ്രായത്തിൽ ഓടേണ്ട സമയത്ത് നമ്മൾ ഓടിയില്ലെന്നുണ്ടെങ്കിൽ കിടക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഓടേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ഓരോ സമയവും നഷ്ടപ്പെടുത്തുമ്പോൾ മനസ്സിൽ ഒരു വിഷമം ഉണ്ടാകണം, എന്നാലേ നമുക്ക് സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അലസത ചെകുത്താൻ്റെ പണിപ്പുരയാണെന്നാണ് പറയുന്നത്. ഞാൻ പറയാറില്ലേ, ഈ വെളുപ്പാങ്കാലത്ത് ഇരുട്ടുകൊണ്ട് എഴുന്നേൽക്കണത് എനിക്കിഷ്ടമാണ്. ആ വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന 2-3 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റിയ ടൈമാണ്. ആരുടെയും ശല്യമില്ലാതെ, ആരും നമ്മളെ വിളിക്കാനോ ചോദിക്കാനോ ഫോൺ വരവോ ഒന്നുമില്ലാതെ നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ്. ആ ഒരു സമയത്താണ് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ വർക്കൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരുടെയും ശല്യമില്ല, ആർക്കും ശല്യമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നില്ലേ വെള്ളിയാഴ്ച വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം സിനിമ റിലീസാണ് ദിവസമാണ്. സംഗതി അടിപൊളിയായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നമ്മൾ ജി സിനിമാസിൽ വന്നതാണ്. അപ്പോൾ രാവിലെ ആകെ പുട്ടും മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത്യാവശ്യം കുറച്ച് ക്ലീനിങ് വർക്കും ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. പിന്നെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് വല്ല മുട്ട പൊരിച്ചിട്ട് ചോറൊക്കെ ഉണ്ട്, സാമ്പാറും പപ്പടമൊക്കെ ഇരിക്കുന്നുണ്ട്. സാവധാനം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വൈകുന്നേരം 3 മണിയാകുമ്പോൾ പപ്പയ്ക്ക് കുരിശിനടി പോകാനുള്ളതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടാകുന്നത്. അപ്പോൾ മൂവി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 4 കട്ട്ലറ്റ് മേടിച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഞാനത് കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിച്ചാറിന് വേറെ പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമ അടിപൊളിയാണ്. വിസ്മയ മോഹൻലാലും ആശിഷും അടിപൊളി പെർഫോമൻസ്. അവിടെ മുത്തുവന്നേ, അവിടെ മുത്തുവന്നേ, അവിടെ മുത്തുവന്നേ, അവിടെ മുത്തുവന്നേ, അവിടെ മുത്തുവന്നേ, ചുറ്റും കറങ്ങി. ആ ചേട്ടനും വന്ന് മമ്മിയും വന്ന്. കൊച്ചെവിടെ പോയേച്ചി? കൊച്ചെവിടെ പോയി? കുഞ്ഞെവിടെ പോയി? കൊച്ചിന് കണ്ണ് തുറക്കാൻ പറ്റാനുള്ള വെയിലുണ്ട്. മുത്ത് വാ. മുത്ത് എവിടെ പോയേച്ചി? കൊച്ചെവിടെ പോയേച്ചി? വാ. കുഞ്ഞെവിടെ പോയി? ഷോ കേട്ടല്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എവിടെ പോയേച്ചു കുഞ്ഞ്? വഴക്ക് പറയണേണ് നമ്മളെ. എന്നെ ഒറ്റക്കാക്കി പോയില്ലേ എന്ന്. കുഞ്ഞപ്പോ എന്നെ പൂത്തടയിക്കാൻ പോണേ. ആ തളർന്നു പോയി കിടന്നത്. അതായത് മമ്മി വന്ന് കണ്ട് സമാധാനമായിട്ട് കിടക്കണേന് ആള് പോയിട്ട് ഒറ്റക്ക് പോയി കിടക്കണേന്. എന്താണല്ലേ ഒറ്റക്ക് പോയി കിടക്കണേ കുഞ്ഞ്? അതാ കറക്റ്റ് ആളുകളൊക്കെ കിടക്കണ പോലെ പോയി കിടക്കണേന്. താഞ്ഞു പറഞ്ഞു കേട്ടോ കുഞ്ഞ്, താഞ്ഞു പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിനിമയുടെ റിലീസിങ്ങിൻ്റെ അന്ന് തന്നെയും
കാലത്ത് 2 ടിക്കറ്റും വൈകുന്നേരം 2 ടിക്കറ്റും എടുത്തിട്ട് ഒരു കാലത്ത് 2 ടിക്കറ്റിൽ പപ്പയും ഞാനും ഉച്ചയ്ക്ക് ശേഷം റിച്ചാർഡും സാറ്റിനെ പോകാമെന്ന് പറഞ്ഞെങ്കിലും പപ്പയ്ക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ എനിക്ക് റിച്ചാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ്. ഇനിയിപ്പോൾ സാറ്റിന വന്നു കഴിഞ്ഞിട്ട് സാറ്റിനെ റിച്ചാർഡും കൂടി ഇനി റിച്ചാർഡ് ഒരു പ്രാവശ്യം കൂടി സിനിമ കാണേണ്ടി വരും. അപ്പോൾ സാറ്റൻ കാണുന്നുണ്ടെങ്കിൽ വർക്കുള്ളത് കൊണ്ട് അങ്ങനെ ആ ഒരു റിലീസ് ചെയ്യണ ആ ദിവസം തന്നെയൊക്കെ ചിലപ്പോൾ പോയി കാണാനൊന്നും പറ്റൂല. അതനുസരിച്ചിട്ടല്ലേ വർക്കല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഏതെങ്കിലും ഒരു ദിവസം കാണേണ്ടി വരും. അപ്പം അങ്ങനെ ഞാൻ വന്നിട്ട് അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് ചോറ് കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പപ്പ പള്ളിയിൽ പോയല്ല. പപ്പ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ചായയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്തൊന്നുമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് എൻ്റെ വീട് വരെ ഒന്ന് പോകേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു 8 മണിയായപ്പോഴത്തേക്കുമാണ് ഇറങ്ങിയത്. 8 മണിക്ക് പോയിട്ട് 9 മണിക്ക് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ആണ് റൂബിനെ ഒന്ന് കാറിൽ കയറ്റി ഒന്ന് കറക്കിയത് കേട്ടോ. അങ്ങനെ റൂബിനെ കൊണ്ടല്ല പോയത്. ഇപ്പം എൻ്റെ വീടാണെങ്കിലും സാറ്റ്ന കൊച്ചിൻ്റെ വീടാണെന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് തന്നെയാണ്, തോപ്പുംപടിയിലാണ് വീട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, പോകാനും വരാനൊക്കെ നമുക്ക് എളുപ്പമാണ്. ശരിക്കും നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾക്ക് വിവാഹം ചെയ്ത് പോരാൻ പറ്റുന്നതൊരു മഹാഭാഗ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ദൂരേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടി എത്താനൊന്നും പറ്റില്ല. ഇതിപ്പോൾ ഒരു അത്യാവശ്യം കാര്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി പെട്ടെന്ന് തന്നെ വരാൻ പറ്റും. 1 മണിക്കൂർ കൊണ്ട് പോവുകയും വരികയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റിച്ചാർഡിൻ്റെ ഫോണിലേക്ക് റിച്ചാർഡിനോട് സംസാരിക്കാൻ റോജർ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റോജർ വിളിക്കുന്നതുകൊണ്ട് ഞാൻ ചെന്നൊന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ റോജർ എന്നെ പിറ്റേ ദിവസം വിളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പപ്പ ഊണൊക്കെ കഴിച്ചിട്ട് പപ്പ മാറി കിടന്നിട്ട് ആ സമയത്ത് കുറച്ചധികം നേരം ആയിട്ടുണ്ട്. കാരണം ആ കോളും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഉടുപ്പ് മാറി കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രാത്രിത്തേക്ക് ഫുഡ് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ റിച്ചാർഡ് ചോറുണ്ട്, കറിയാണില്ലാത്തത്. റിച്ചാർഡിന് സാമ്പാറും പപ്പടമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓർഡർ ചെയ്ത സാധനമാണിത്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഏതായാലും എനിക്ക് ഒരെണ്ണം ഓർഡർ ചെയ്ത് അവന്, ഞാൻ പക്ഷേ സാമ്പാറും ചോറാണ് കഴിച്ചത്. ഇതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അത് രണ്ടും അവനെ കൊണ്ട് തന്നെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൂബി കുഞ്ഞിനാണെങ്കിൽ ഇന്ന് ചിക്കൻ 2 പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം ചിക്കൻ മേടിക്കാം. അപ്പോൾ അവൾക്ക് കാലത്ത് 2 മുട്ട കൊടുത്തു. ഇപ്പോൾ രാത്രി ഞങ്ങൾ വന്നു കഴിഞ്ഞതിന് ശേഷം 2 മുട്ടയും ആ 2 പീസ് ചിക്കനും കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ റൈസ് കൊള്ളാം. എങ്കിൽ തന്നെയും എനിക്കങ്ങനെ കഴിക്കണത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ റിച്ചാർഡിനെ കൊണ്ട് തന്നെ അത് കഴിപ്പിച്ച്, അധികം ക്വാണ്ടിറ്റിയും ഇല്ലത്. അപ്പം ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അത്ര ഉണ്ടാകുന്നുള്ളൂ അന്നത്തെ വീഡിയോ. പിറ്റേ ദിവസം ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച സാറിനെ കൊച്ച് വന്ന ദിവസവുമാണ്. ഇന്നിപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ വെള്ളം തിളച്ചത് ഒഴിച്ച് ഇളക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ചിലവരിങ്ങനെ തിളച്ച വെള്ളത്തിലേക്ക് പൊടിയിട്ടിട്ട് ഫ്ലെയിം ചെറിയ തീയിൽ ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കില്ലേ, ശരിക്കും അതാണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടുക എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ അടുപ്പിൽ വെച്ച് തന്നെ നല്ല രീതിയിലൊന്ന് ചൂടാക്കി കുഴച്ചെടുത്ത് കഴിഞ്ഞാലാണ് ഏറ്റവും സോഫ്റ്റായിട്ട് കിട്ടുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. മിക്കവാറും അടിയിൽ പിടിക്കും, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ അത് ആദ്യം ആ സ്പാച്ചിൽ വെച്ച് തന്നെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരുവിധം അത് അടച്ച് വെച്ച് ആവിയിലിരുന്ന് വെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ചൂടൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ കൈ കൊണ്ടൊന്ന് കുഴച്ച് അതിൻ്റെ കട്ടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, കൈ പൊള്ളാതെയൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ സ്റ്റാൻഡ് മിക്സർ എടുത്ത് മാറ്റി വെച്ചേക്കണല്ലേ, മടിയാകണം അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഒട്ടും സ്പേസ് ഇല്ലാതെ ആകണം. അപ്പോൾ അതുകൊണ്ട് ഞാനതെടുത്ത് മാറ്റി വെച്ചേക്കണം. കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെക്കാമെന്ന് വിചാരിച്ച്. നേരത്തെ ചപ്പാത്തി മാവൊക്കെ കുഴക്കാനും ഒക്കെ ആയിട്ട് എപ്പോഴും അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. എടുക്കണമെന്ന് തോന്നും, പിന്നെ ഞാൻ തന്നെ എടുത്തുകൊണ്ട് വരെയും എടുത്ത് കൊണ്ട് വെക്കുകയൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് മടിയാണ് സത്യത്തിൽ. അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്ന തട്ടില്ലേ, ആ തട്ടിൽ മൊത്തത്തിൽ ആ ഒരൊറ്റ സേവനാഴി നിറച്ച അത് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ഉടിയനകത്തിട്ടിട്ട് ഓരോന്നോരോന്നാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. മീതെ ഞാൻ വെക്കാറില്ല. അപ്പോൾ മീതെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു വേർപ്പ് വെള്ളം താഴെയുള്ളതിൽ വീണിട്ട് അത് ഒരു വെള്ളത്തിൽ കിടക്കണ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഓരോന്ന് ഇപ്പോൾ അപ്പം ആണെന്നുണ്ടെങ്കിലും 2 എണ്ണം വേണമെന്നുണ്ടെങ്കിലും വെക്കാമെങ്കിലും ഇതുപോലെ വെള്ളം താഴെ വീഴും. അപ്പോൾ അതിൻ്റെ മോൾ വശമൊക്കെ നനഞ്ഞിരുന്ന് ഇങ്ങനെ കുഴിഞ്ഞൊക്കെ ഇരിക്കും അപ്പത്തിൻ്റെ. അതുകൊണ്ട് ഓരോന്നോരോന്നേ വെക്കുള്ളൂ കേട്ടോ.
പിന്നെയാണെങ്കിൽ ഇവിടെ ഇടിയപ്പത്തിന് കറി ഒട്ടും തന്നെ ആർക്കും താല്പര്യമില്ല, എല്ലാവർക്കും പാല് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ തേങ്ങാപ്പാൽ അവിടെ ഞാൻ പിഴിഞ്ഞ് പഞ്ചസാരയും ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കി അതും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് 7 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടാകുന്ന കേട്ടോ. 7 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം വെച്ചിട്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഇന്നിപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞ് ബീഫും മേടിച്ചാൽ മതി, കാരണം ഇപ്പോൾ സാറ്റർഡേയും വരും. സാറ്റർഡേക്ക് ആണെന്നുണ്ടെങ്കിൽ മീനൊന്നുമില്ല, വലിയ താല്പര്യമില്ല. അപ്പോൾ ബീഫ് മേടിച്ച് ഞാൻ ശനി ഞായറും കഴിക്കാൻ പറ്റുമല്ലോ ബീഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിക്കൻ ആണെങ്കിൽ ഞാൻ വേറെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് സാറ്റർഡേ ചിക്കൻ മേടിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരക്കായിരിക്കും. ശനി ഞായറും ചിക്കൻ കടയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തരാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ശനി ഞായർ പപ്പ പോയി മേടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ബീഫാണെങ്കിൽ നമ്മുടെ റൂബി കുഞ്ഞിനും കൊടുക്കാം. പിന്നെ ബാക്കി ഇത്തിരി കൂടുതൽ മേടിച്ചാൽ 1.5 കിലോ മേടിക്കുക, അപ്പോൾ കുറച്ച് റൂബി കുഞ്ഞിനും കൊടുക്കാം അങ്ങനെ. അപ്പോൾ നമ്മളുടെ പുതിയ ഗ്ലൗസൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഒരു അലക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കുകയും ഞാനും കഴിച്ചത് കേട്ടോ. അത്ര നേരം ഉണ്ടായിരുന്നു, രാവിലെ തന്നെ നമ്മൾ വർക്ക് തുടങ്ങണമല്ലേ. അപ്പോൾ ശനിയാഴ്ച ചെയ്തുകൊണ്ട് എനിക്ക് യൂട്യൂബ് വർക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയത്. യൂട്യൂബ് വർക്കുള്ള സമയത്ത് ഇടിയപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ലേറ്റായി പോയി ഉണ്ടാക്കി വരുമ്പോൾ. അപ്പോൾ രാവിലെ തന്നെ അതെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ബീഫാണെങ്കിൽ നല്ല അടിപൊളി ബീഫാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ ബീഫ് കാണുമ്പോൾ ചിലവർ ഇങ്ങനെ എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇടും, ഇത് എവിടെയാണ് കിട്ടണത്, അവിടെ വന്ന് മേടിക്കാൻ തോന്നുന്നുണ്ട്, കാരണം ഞങ്ങൾക്കൊക്കെ ഇവിടെ കൊള്ളാത്ത ബീഫാണ് കിട്ടണത് എന്നൊക്കെ ഇങ്ങനെ മെസ്സേജൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവന്ന് തരുമെങ്കിൽ ഈ പറഞ്ഞ പോലെ ശനി ഞായറൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട്. ഇട ദിവസമൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് തരും. ശനി ഞായർ എന്നൊക്കെ പറയുമ്പോൾ അവർ വരുമ്പോൾ ലേറ്റാകും, നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. നമ്മുടെ ഇഷ്ടത്തിന് പാചകം ചെയ്യാൻ പറ്റൂല, ചിലപ്പോൾ ടൈം കഴിഞ്ഞ് പോകും അങ്ങനെയൊക്കെ. അതുകൊണ്ട് പപ്പ പോയി മേടിച്ചിട്ട് വന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സവാളയും പച്ചമുളകും അങ്ങനത്തെ കാര്യങ്ങൾ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി എടുത്ത് ഞാൻ കുറച്ച് അതൊക്കെ തീർന്നിട്ടുണ്ടാകും, നമ്മൾ മേടിച്ച് തീർന്നിട്ടുണ്ടാകുന്നു. അപ്പോൾ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മുടെ മിക്സിയിൽ അരച്ച് അതൊക്കെ വെച്ച്, പിന്നെ പൊടികളൊന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടിയാണ് ഇത്തിരി കൂടുതൽ ചേർക്കുന്നത്, ഏറ്റവും അവസാനം മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും പൊടികളും ചേർത്തിട്ട് അതവിടെ ഒന്ന് നനച്ചവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് ഉച്ചഭക്ഷണത്തിന് ഉണ്ടാവില്ല, റിച്ചാർഡിന് ഓഫീസിലേക്ക് അത്യാവശ്യം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡിൻ്റെ ഓഫീസിൽ റിച്ചാർഡ് പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ റിച്ചാർഡ് ലുലു മോളിലേക്ക് അടുത്ത സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് DC ഏതൊരു എനിക്ക് കറക്റ്റ് പേരറിയില്ല, തമിഴ് സിനിമയാണ്. അപ്പോൾ അത് ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് എറണാകുളത്ത് ഇപ്പം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്തേക്കുള്ള തിയേറ്ററുകളിൽ പോകില്ല. ചിലപ്പോഴും ഞാൻ പറയൂലേ, സിനിമ കാണുന്നതിന് വേണം ഒരു 2 മണിക്കൂറിൽ കൂടുതൽ, പിന്നെ ട്രാവൽ ചെയ്യുന്നതിനും ഏകദേശം 2-3 മണിക്കൂറാകുമ്പോഴത്തേക്കും അത്രയും നേരം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുക പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ റൂബിയുടെ റൂബി ഇരുന്ന് വിഷമിക്കും. റൂബി നമ്മുടെ വീട്ടിൽ വന്നിട്ട് 8 വർഷമായിട്ടുള്ളൂ. അപ്പം മുതലാണ് ഈ 8 വർഷക്കാലമാണ് റൂബിയെക്കുറിച്ചുള്ളൊരു വിഷമത നമ്മൾക്ക് വിട്ടു നിൽക്കുമ്പോൾ ഉള്ളത്. പക്ഷേ അതിന് മുൻപുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബി ഇല്ലെങ്കിലും പപ്പ ഒരിക്കലും ഒരു കുറച്ച് നേരം പോലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പപ്പേൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പപ്പ ഓക്കെയാണ്. പക്ഷെ പപ്പ ഇല്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് പപ്പക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അങ്ങനെ ഒരിക്കലും ഒരു സ്ഥലത്തേക്കും കുറച്ച് അപ്പം ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട ചില സ്ഥലങ്ങളിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവിടെ എത്തുന്നതിന് മുൻപേ പപ്പ വിളിക്കും, തിരിച്ച് പോന്നാന്നാണ് ചോദിക്കണത്. അപ്പം തന്നെ അറിയാമല്ല, അത്രയും ക്ഷമയില്ല. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അത്രയും ടെൻഷനാണ് പപ്പക്ക്, അത്രയും വിഷമമാണ്. അത് ഇപ്പോഴെന്നല്ല, കല്യാണം കഴിഞ്ഞ കാലം മുതൽ തന്നെ ഇപ്പോഴും ആ ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പം കുട്ടികൾ വലുതായി കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾ എന്നെ വഴക്കുറയും, എത്ര നാളായി മമ്മി ഇങ്ങനെ ജീവിക്കുന്നത്, മമ്മിക്കൊന്ന് പുറത്തോട്ടിറങ്ങണ്ടേ എന്നൊക്കെ കുട്ടികളിങ്ങനെ പറയും. ഞാനും അങ്ങനെ ജീവിച്ച് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വലിയ താല്പര്യമൊന്നുമില്ല. ടൂറ് പോകൽ ഇതൊന്നും എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അതാണ് സത്യം. എനിക്കെന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യാനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം, അല്ലാതെ കാഴ്ച കാണാൻ പോകില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല. നിങ്ങൾ കാണാറുമില്ല വീഡിയോയിൽ ഞാനങ്ങനെ ടൂറ് പോണതും. 1 ഡേ ട്രിപ്പാണെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിനും ഞാൻ പോകാറില്ല.
അപ്പോൾ പപ്പ അങ്ങനെയാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ ഒരു 2 മാസത്തോളമാണ് ആകെ പപ്പ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് പപ്പ പോയി. ആ സമയത്ത് ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പപ്പ സമ്മതിച്ചിട്ടില്ല. പപ്പയുടെ കൂടെ തന്നെ ഉണ്ടാകണം നിർബന്ധം. അതിന് ശേഷം പിന്നെ പപ്പ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വീട്ടിലൊക്കെ പോയി നിൽക്കാം, അതും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പപ്പക്ക് നിർബന്ധമാണ് അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകണമെന്നുള്ളത്. ഇപ്പോൾ പള്ളിയിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും പള്ളിയിൽ ഇപ്പോൾ ഭാരവാഹി ആകുമ്പോൾ നമുക്ക് കുറേയധികം നേരം പള്ളിയിലെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതും പപ്പ സമ്മതിക്കില്ല. അപ്പം ഞാൻ അവിടെ ചില സമയത്ത് അച്ഛന്മാരിങ്ങനെ ചോദിക്കും എന്താണ് ധൃതി പിടിച്ച് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും നമ്മളുടെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, കുറച്ചധികം നേരം കഴിഞ്ഞാൽ ഈ സംഗതി പ്രശ്നമാണ്, അതുകൊണ്ട് പോകാതിരിക്കാൻ നിവർത്തിയില്ല എന്ന് പറയും. അപ്പോൾ അച്ഛന്മാർ വഴക്കും എല്ലാവർക്കും ഹസ്ബൻഡൊക്കെ ഉള്ളവർ തന്നെയല്ലേ, എല്ലാവരും ഒക്കെ നിൽക്കണ കണ്ടില്ലേ, അപ്പം എന്താണ് അങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിക്കുക. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തിൻ്റെ കാര്യമല്ലേ ഏറ്റവും വലുത്, നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനമാണ് ഏറ്റവും വലുത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ കുടുംബം സമാധാനമായി പോകുന്നത്. അപ്പോൾ ഒന്ന് ചീഞ്ഞൊന്നിന് വളമാകുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്വന്തം മക്കൾ, ഭർത്താവ്, ആ ഒരു കുടുംബത്തിനെ നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. അല്ലാതെ ഇപ്പം നമ്മളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പറയണില്ലേ എത്ര നല്ല സ്നേഹം ആയിട്ട് പോകുന്ന സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുടുംബം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് തന്നെയാണ്. അത് ഓരോരുത്തരും, കുട്ടികളും ഭാര്യയും ഭർത്താവും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് മാത്രമാണ് ഈ കുടുംബം പോകണമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. പപ്പക്കും പറയാൻ പറ്റില്ല, മമ്മിക്കും പറയാൻ പറ്റില്ല, മക്കൾക്കും പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ തന്നെയാണ്. പലതും കണ്ട് കണ്ണടച്ച് കളയുക, സംസാരിക്കാതിരിക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പപ്പയുടെ ആ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഈ കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അതുപോലെ ചില സന്ദർഭങ്ങളിൽ സൈലൻ്റായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭത്തിലാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുടുംബ ബന്ധങ്ങൾ ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോകും. നമ്മൾക്ക് അത് തിരിച്ചു പിടിക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഒരു നല്ലൊരു കുടുംബം എന്ത് ഭംഗിയായിട്ടാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് പലരെയും കാണുമ്പോൾ തോന്നും. പക്ഷെ അതൊരു പാക്കേജായിട്ട് അവരുടെ കയ്യിലോട്ട് കിട്ടിയ ഒരു സംഭവമല്ല, ഒന്നേന്ന് തുടങ്ങി പീഡിച്ചെടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ എത്രമാത്രം അവർ അതിൻ്റെ പിന്നിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. അല്ലാതെ അവരുടെ ഭാഗ്യം അങ്ങനെയൊന്നും പറഞ്ഞ് തള്ളാൻ പാടില്ല. അവരുടെ ഓരോ കാൽവയ്പ്പും വളരെ സൂക്ഷിച്ച് അവരുടെ സ്വന്തം കുടുംബമാണെന്നുള്ളൊരു ചിന്തയിൽ പോയതുകൊണ്ടാണ് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ ബീഫ് കറി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി ഇപ്പോൾ നല്ല മസാല പുരട്ടി ഇത് സവാളയൊക്കെ നല്ല മൊരീച്ചൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വെക്കണത്. നേരത്തെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടിയിട്ട് പുഴുങ്ങിയെടുത്തിട്ടാണ് പിന്നെ മസാല താളിച്ചൊക്കെ ചേർക്കണം. ഇപ്പോൾ പപ്പയ്ക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കറി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കണത്. അപ്പോൾ ഇന്ന് നമ്മുടെ റൂബിക്കുഞ്ഞിൻ്റെ ബീഫും കൂടി ഇതിൻ്റെ മീതയിൽ വെക്കണം. അപ്പോൾ ഞാൻ 8 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്ത് വെച്ചത് കേട്ടോ. പക്ഷേ ഈ ഒരു 8 ലിറ്ററിൻ്റെ കുക്കറിൽ ഇത് വേവിച്ചപ്പോഴത്തേക്കും സംഭവം വേഗമുണ്ടായിരുന്നില്ല. ഇത് കുറവാണല്ലോ, 1.5 കിലോ അല്ലേ ആകെ മൊത്തത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെന്തലിഞ്ഞ് പോണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരുവിധം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓഫ് ചെയ്തിടും. എന്നിട്ട് നോക്കും വേവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം രണ്ടാമതൊന്നും കൂടി വേവിക്കും കേട്ടോ. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. എനിക്ക് വെന്തലിഞ്ഞ് പോയാലും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട്. അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടാമതും വേവിക്കാൻ വെക്കേണ്ടി വന്നിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ബീഫ് വെന്ത് വരട്ടെ. അപ്പോൾ ആദ്യം നോക്കിയപ്പോഴത്തേക്കും വെന്തില്ല. അപ്പോൾ ഏകദേശം സമയം ഒരു 1.5 മണി 2 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുക്കർ അടച്ചു വെച്ച് വേവിച്ച് അതിൻ്റെ ആവി പോയി വരുമ്പോഴത്തേക്കും സമയം 3 മണിയൊക്കെ. അങ്ങനെ 3 മണിക്ക് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 മണിക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടാൾ ഊണ് കഴിച്ചിട്ടുണ്ടായത്. റിച്ചാർഡില്ലല്ലോ, റിച്ചാർഡ് അവിടെ നിന്ന് കഴിച്ചിട്ട് വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞു. കാരണം വൈകുന്നേരമാണ് സാറ്റിന് വന്നത്. സാറ്റർഡേ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ സാറ്റിനെ റിച്ചാർഡും കൂടി വേറൊരു പ്ലാനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സാറ്റിനയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ 2-3 ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകാൻ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് സാറ്റിനെയും കുട്ടി ഇങ്ങോട്ട് പോരാന്നുള്ള ഒരു പരിപാടിയിലായിരുന്നു. പക്ഷേ സാറ്റിനേക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു. സാറ്റർഡേ സാധാരണ വർക്ക് ഉണ്ടാവില്ല, ഇന്നിപ്പോൾ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ വിളിച്ച് റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു
വർക്ക് ഉള്ളതുകൊണ്ട് നമുക്കിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിച്ചാർഡ് സിനിമ കാണാനൊക്കെ കയറിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ്റർഡേ ബ്രദർ തന്നെയാണ് കൊണ്ടുവന്നാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒരു 4 മണി കറക്റ്റ് 4 മണിയായപ്പോഴത്തേക്കും സാറ്റിന് വീട്ടിലെത്തി കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ അന്ന് ഒരു ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് പൈസ തികയാത്തതുകൊണ്ട് 2 ബീട്രൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതെടുത്തിട്ട് ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. വേറെ പച്ചക്കറികളൊന്നുമില്ല. അപ്പോൾ ആ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഒന്ന് നമ്മുടെ ചോപ്പറിലിട്ട് അടിപൊളിയായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഈ ചോപ്പറിൻ്റെ ലിങ്ക് എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട്. നേരത്തെ ഈ ചോപ്പർ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ 600 രൂപ എന്തോ ആയിരുന്നു അതിൻ്റെ റേറ്റ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്താണ് അഗാരോ ഇലക്ട്രിക് ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ സംഭവം കാണിക്കും കേട്ടോ. അപ്പോൾ 1000 രൂപയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇത് ഇത്തിരി വില കൂടുതലായിട്ട് എനിക്ക് തോന്നണം. 600 ഓക്കെയാണ്, കുഴപ്പമില്ല. ഇപ്പോൾ 1000 രൂപയായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ അത് 2-3 പ്രാവശ്യം കൊണ്ട് ഒന്നാക്കിയെടുത്ത് പിന്നെ ഇത്തിരി തേങ്ങയൊക്കെ അതിനകത്തേക്ക് ഇട്ടിട്ട് വേഗം അത് വേവിക്കാൻ വെച്ച്. കടുകൊന്നും പൊട്ടിച്ചില്ല, കാരണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കണത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് കുറേ തുണികൾ മുടക്കാനായിട്ട്, അത് ഉണങ്ങാത്തതുകൊണ്ട് അവിടെ തന്നെ ഇട്ടേക്കണമായിരുന്നു ഞാൻ. അത് ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കണം. ഒരു തണുത്താണ് തുണി ഇരിക്കുന്നത്. അപ്പോൾ കുറേ അധികം തുണികൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇടാൻ സ്ഥലമില്ലാതെ ഞാനിതിവിടെ കൊണ്ടുവന്ന് ഉണങ്ങിയതാണ്, എങ്കിലും ഒരു തണുപ്പുണ്ട്. എങ്കിലും ഞാനത് മടക്കിയൊന്ന് അവിടെ വെച്ച് ഇനി വെയിൽ വരുമ്പോഴത്തേക്കും ഇത് കൊണ്ടുപോയിട്ടിട്ട് ഉണക്കണം. അപ്പോൾ ബെഡ്ഷീറ്റുമൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഇതെല്ലാം മടക്കിയിട്ടൊന്ന് ഒതുക്കി വെച്ചതാണ്. അലമാരിയിൽ വെക്കാൻ പരുവമായിട്ടില്ല. വെയിൽ കൊള്ളിക്കാതെ അലമാരിയിൽ വെച്ച് കഴിഞ്ഞാൽ അലമാരിയിൽ സ്മെല്ലായി പോവും. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഒതുക്കി പുറത്ത് തന്നെ വെച്ച് കഴിഞ്ഞിട്ട് വെയിൽ വരുമ്പോൾ ഒരു പായിട്ടിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിൽ വരുമ്പോൾ ഇടാം. അതുവരെയും ഇതിനൊന്ന് മടക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതാണ്. സമയം കിട്ടുമ്പോൾ നമ്മളത് ചെയ്യും. സമയം കിട്ടാഞ്ഞതുകൊണ്ട് അതവിടെ കൊണ്ടിങ്ങനെ ഇട്ടിട്ട് അതവിടെ തന്നെ കിടക്കണേയിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെച്ച് അപ്പോഴേക്കും നമ്മൾ കുക്കർ 2ാമത് വേവിക്കാൻ വെച്ചത് തുറന്നിട്ടുണ്ടായിരുന്നു. ചില കുക്കറുകൾ പെട്ടെന്ന് വേഗോട്ടെ. ഇപ്പം ഞാൻ പറയാറില്ലേ, എൻ്റെ ഇവിടെ ഇന്നർ ലിഡിൻ്റെ കുക്കറുകൾ നല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എങ്കിലും ഔട്ടർ ലിഡിൻ്റെ ഒരു കുക്കർ ഇൻഡസ് വാലിയുടെ അത് പെട്ടെന്ന് വേകുന്നതാണ്. നേരത്തെയും കാണിക്കാറുണ്ട്. റോജർ ബാംഗ്ലൂർ കൊണ്ടുപോയി വെച്ചിരുന്ന ആ കുക്കർ അത് പെട്ടെന്ന് വേഗോട്ടാ. അത് ഔട്ടർ ലിഡ് തന്നെയാണ്, പക്ഷേ അത് നമ്മൾ വിചാരിക്കണതിൻ്റെ ഇരട്ടി സ്പീഡിലാണ് വേകുന്നത്. അങ്ങനെ വെന്ത് കുറുകി പോയിട്ടുണ്ട് എൻ്റെ ബീഫൊക്കെ. സാധാരണ കുക്കറിൽ ഇട്ടുന്ന പോലെ ഇട്ടിട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിച്ചാർഡ് വരുമ്പോഴത്തേക്ക് ഈ മുണ്ട് ഉടുക്കണമെങ്കിൽ ഉടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മുണ്ട് ഒന്ന് അറ്റ അടിച്ചെടുത്തിട്ടാണ്. പക്ഷേ വന്നപ്പോഴത്തേക്ക് ഉടുത്തില്ല. കാരണം പറഞ്ഞു, മമ്മി ഞാൻ ഉടുത്ത് മാറിയത് തന്നെയാണ് ഇപ്പോൾ ഇടണത്, കാരണം രാത്രി കഴിഞ്ഞാൽ നാളെ അങ്ങോട്ട് മാറണല്ലേ, അപ്പോൾ നാളെ ഞാൻ മുണ്ടുടുക്കാട്ടാന്ന് പറഞ്ഞ് അങ്ങനെ. എങ്കിലും എൻ്റെ ജോലി ഞാൻ ചെയ്ത് കൊടുത്ത് അതിൻ്റെ അറ്റമൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് അപ്പോൾ ഒരു 4 മണി കറക്റ്റ് 4 മണിക്ക് സാറ്റിന് വന്ന്. റിച്ചാർഡ് പിന്നെയും കുറച്ചും കൂടി വൈകിട്ടാണ് വന്നിട്ടുണ്ടാകുന്നത്, കാരണം സിനിമക്ക് പോയതില്ലേ. അപ്പോൾ അത് കഴിയാതെ പോരാൻ പറ്റില്ല. പിന്നെ ആണെങ്കിൽ ലുലു മോളിലല്ലേ, അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുമ്പോൾ അവൻ ഊബർ പിടിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടാകുന്നത് കേട്ടോ. ഇപ്പോൾ അങ്ങനെ വണ്ടി എടുക്കാൻ മടിയാണ് ശരിക്കും. അപ്പോൾ ഊബറിന് തന്നെയാണ് മിക്കവാറും പോവുകയും വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ. അപ്പം ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് പായം അടക്കണേണ് റിച്ചാർഡ് കേട്ടോ. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇത് സാറ്റിനെ വന്നൊന്ന് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി ഞാൻ. അപ്പോൾ അങ്ങനെ അതെൻ്റെ വീഡിയോ ഇല്ല. അത് നല്ല രസമായിരുന്നു. റൂബി സാറ്റിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങിയത് 2 ദിവസം കഴിഞ്ഞ് കണ്ടപ്പോഴേ അവൾ ഭയങ്കര സ്നേഹപ്രകടനം. പക്ഷെ അത് എടുക്കാൻ സാധിച്ചില്ല. മിക്കവാറും എനിക്ക് മറവിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട്. അത് കഴിയുമ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റൂബി കുഞ്ഞിന് ഫുഡൊക്കെ അവളുടെ സ്നാക്സൊക്കെ ഒന്ന് കൊടുത്തൊന്ന് സന്തോഷിപ്പിക്കുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ പായെല്ലാം കൊണ്ടുപോയി റിച്ചാർഡ് മടക്കി അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് ഈ കഴിക്കണ സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ കൊടുക്കണേ. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ വീഡിയോ. അതിൻ്റെ പേരിൽ നാളെ വീണ്ടും കാണാം. താങ്ക് യു.